So moving forward with the lectures 16, 17 and 18 മിഡ് ടേമിന് മുമ്പുള്ള ലാസ്റ്റ് 3 ലെക്ചേഴ്സാണ് സാമ്പിളിംഗ്. സോ സാമ്പിളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ റിസർച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ, നമുക്കിപ്പോൾ ഒരു വില്ലേജ് സ്റ്റഡി നടത്തണം, അല്ലെങ്കിൽ നമുക്ക് ഇന്ത്യയെ പറ്റിയൊരു സ്റ്റഡി നടത്തണം എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇന്ത്യൻസിൻ്റെ സോഷ്യൽ മീഡിയ എത്രത്തോളമാണ് യൂസ് ചെയ്യുന്നത് അതിനെപ്പറ്റിയൊരു സ്റ്റഡി നടത്തണം. അല്ലെങ്കിൽ ഇപ്പം ഇന്ത്യൻസ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നൊരു കോൾഡ് ഡ്രിങ്ക് ഏതാണെന്ന് നോക്കണം. അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്ന സീരിയൽ ഏതാ, മില്ലറ്റ് ഏതാ, ഇങ്ങനെയൊക്കെ സ്റ്റഡി നടത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന 140 കോടി അല്ലെങ്കിൽ 150 കോടി പോപ്പുലേഷനെ നമുക്കെടുത്ത് സർവേ ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ഫസ്റ്റ് തിങ് ഈസ് സെൻസസ് നടക്കുന്നില്ല. സെക്കൻഡ് തിങ് ഈസ് ഇറ്റ് വിൽ ടേക്ക് ലോട്ട് ഓഫ് ടൈം. തേർഡ് തിങ് ഈസ് ഇറ്റ് വിൽ റിക്വയർ ലോട്ട് ഓഫ് മണി. അപ്പോൾ ആ ഒരു കൺസ്ട്രെയിൻസ് നമുക്കുള്ളത് കൊണ്ട് തന്നെ നമുക്കൊരു റിസർച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്കൊരിക്കലും ഒരു എൻറ്റയർ പോപ്പുലേഷൻ എടുത്തിട്ട് നമുക്ക് സ്റ്റഡി ചെയ്യാൻ പറ്റണം എന്നില്ല. ഓക്കെ, സോ ആ ഒരു കേസിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മളൊരു ചെറിയ ഒരു റെപ്രസെൻറ്റേഷൻ ഓഫ് ദ പോപ്പുലേഷൻ എടുക്കും. ഓക്കെ, അതായത് നമ്മുടെ ആ ഒരു പോപ്പുലേഷൻ മൊത്തം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ ആ ഒരു ചെറിയ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ വെച്ച് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റണം. അപ്പോൾ അങ്ങനത്തെ ഒരു റെപ്രസെൻറ്റേറ്റീവ് പാർട്ടിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നതിനെയാണ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദി ഓൾ ഐറ്റംസ് അണ്ടർ കൺസിഡറേഷൻ ഇൻ എനി ഫീൽഡ് ഓർ എൻക്വയറി ഈസ് എ പോപ്പുലേഷൻ, അല്ലെങ്കിൽ നമ്മളതിൻ്റെ യൂണിവേഴ്സ് എന്ന് പറയും. ആൻഡ് ദി കംപ്ലീറ്റ് എന്യൂമറേഷൻ ഓഫ് ഓൾ ഐറ്റംസ് ഇൻ ദ പോപ്പുലേഷൻ ഇസ് കോൾഡ് ആസ് എ സെൻസസ്. എല്ലാ ആൾക്കാരെ പറ്റി പഠിക്കുകയാണെങ്കിൽ നമ്മൾ സെൻസസ് എന്ന് പറയും. പക്ഷേ നമുക്ക് അങ്ങനെ ഒരു സെൻസസ് എടുത്ത് പഠിക്കുക എന്ന് പറയുന്നത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയത് കാരണം നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മളൊരു സാമ്പിൾ എടുക്കും. ഓക്കെ, വിൽ ടേക്ക് എ സാമ്പിൾ ഫ്രം എ ലാർജ് ഗ്രൂപ്പ് ഓഫ് പോപ്പുലേഷൻ ഫോർ സം കൈൻഡ് ഓഫ് റിസർച്ച് പർപ്പസ്. അപ്പോൾ നമ്മളൊരു സാമ്പിളിങ്ങിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഒന്ന് സേവ് ടൈം ആൻഡ് എനർജി, ടൈം ആൻഡ് മണി ഒക്കെ നമുക്ക് പറയാൻ പറ്റും. പിന്നെ മോർ ആക്യുറേറ്റ് റിസൾട്ട്സ് ആയിരിക്കും. ലാർജ് പോപ്പുലേഷൻ ആണെങ്കിൽ സാമ്പിളിംഗ് ഈസ് ദ ബെസ്റ്റ് വേ. പിന്നെ ഇറ്റ് ഹെൽപ്പ് us ടു എസ്റ്റിമേറ്റ് ദ സാമ്പിളിംഗ് എറേഴ്സ്. ഇറ്റ് റിക്വയർസ് ലെസ് സ്പേസ് ആൻഡ് എക്വിപ്മെൻറ്റ്. ഓക്കെ, പിന്നെ നമുക്ക് ലിമിറ്റഡ് റിസോഴ്സസ് ആയിരിക്കും. യൂഷ്വലി നമ്മൾ റിസർച്ചിനൊക്കെ ഇറങ്ങുമ്പോഴത്തേക്ക്, ഇപ്പോൾ നിങ്ങൾ PGക്ക് റിസർച്ചിന് പോവുകയാണെങ്കിൽ വിൽ ഗെറ്റ് 1 month ഫോർ ഡേറ്റ കളക്ഷൻ. ഓർ ഇഫ് യു ആർ ഗോയിങ് ഫോർ PhD മാക്സിമം യു ക്യാൻ ടേക്ക് 2 years ഫോർ ഡേറ്റ കളക്ഷൻ. സോ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ചിലപ്പം ഒരു 1 crore ആൾക്കാരെയൊക്കെ പോയി സർവേ ചെയ്യാമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമൊന്നുമല്ല. സോ വി വിൽ റെസ്ട്രിക്റ്റ് അവർ പോപ്പുലേഷൻ ടു 1000 അല്ലെങ്കിൽ 10,000 എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചുരുക്കും. സോ നമ്മൾ ആ ചുരുക്കുന്നത് ചുമ്മാ ചുരുക്കി കുറേ ആൾക്കാരുടെ നിന്ന് സർവേ എടുക്കുന്നതല്ല. ഹൗ വി ആർ സെലക്ടിങ് ദോസ് 1000 people സോ ദാറ്റ് വി ഗെറ്റ് ദ ബെസ്റ്റ് റിസൾട്ട്. അതാണ് നമ്മൾ ഈ നോക്കുന്നത്. So the main disadvantage with respect to sampling is that there can be biasing. Biasing ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. Coming to the types of sampling, there are different types of sampling as you can see. One is probability sampling, the other one is non-probability sampling. Probability sampling എന്ന് പറഞ്ഞാൽ നമ്മുടെ ബേസിക് റൂൾസ് ഓഫ് പ്രോബബിലിറ്റി ഫോളോ ചെയ്തിട്ട് റാൻഡമായിട്ട് ആൾക്കാരെ സെലക്ട് ചെയ്യുന്നൊരു പ്രോസസ്സാണ്. നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രോബബിലിറ്റി ഒന്നും ചൂസ് ചെയ്യത്തില്ല, നമുക്ക് തോന്നിയ പോലെ ആൾക്കാരെ സെലക്ട് ചെയ്യാം. ദാറ്റ് ഈസ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ്. പ്രോബബിലിറ്റി സാമ്പിളിങ്ങിൽ തന്നെ പല ടൈപ്സ് വരുന്നുണ്ട്, സച്ച് ആസ് ദ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്, സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിംഗ്, സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ്, ക്ലസ്റ്റർ സാമ്പിളിംഗ്, മൾട്ടി സ്റ്റേജ് സാമ്പിളിംഗ്, ഇങ്ങനെയൊക്കെയാണ് നമുക്ക് മെയിൻലി വരുന്നത്. സോ ഫസ്റ്റ് വൺ ഈസ് ദ പ്രോബബിലിറ്റി സാമ്പിളിംഗ്. പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നമുക്കൊരു ഹോമോജീനിയസ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉണ്ട്. ഫോർ എക്സാമ്പിൾ നമുക്കൊരു ക്ലാസ് റൂമിനകത്തു നിന്ന് ഇപ്പോൾ 60 സ്റ്റുഡൻസ് ഉള്ള ഒരു ക്ലാസ് റൂമിൽ നിന്ന് എനിക്കൊരു 5 പേരെ അല്ലെങ്കിൽ ഒരു 6 പേരെ സെലക്ട് ചെയ്യണം. സോ ലൈക്ക് ഐ ക്യാൻ സെലക്ട് എനി വൺ ഔട്ട് ഓഫ് ദാറ്റ് 60. ഓക്കെ, അപ്പോൾ അതിനകത്ത് ഓരോ സ്റ്റുഡൻറ്റിനും ആ ഒരു റാൻഡത്തിനകത്തോട്ട് വരാൻ, ആ ഒരു റാൻഡം ലിസ്റ്റിലോട്ട് വരാനുള്ള പോസിബിലിറ്റി എന്ന് പറയുന്നത് 1/60 ആയിരിക്കും. എല്ലാവർക്കും സെയിം ആണ്. ഓക്കെ, സോ ഓരോരുത്തർക്കും ഉള്ള പോസിബിലിറ്റി സെയിം ആണെങ്കിൽ ദാറ്റ് ഈസ് ബേസിക്കലി എ പ്രോബബിലിറ്റി സാമ്പിളിംഗ്. അല്ലെങ്കിൽ വേറൊരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നമ്മുടെ ഒരു ബാഗ് ഫുൾ ഓഫ് റൈസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് റൈസ് എടുക്കണം. സോ ആ കുറച്ച് റൈസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എവിടെന്നെങ്കിലുമൊക്കെ ഉള്ള റൈസ് ആയിരിക്കാം. ആ ഒരു റൈസ് കിട്ടാനുള്ള പോസിബിലിറ്റി എന്ന് പറയുന്നതും ഈ പറയുന്ന പ്രോബബിലിറ്റി സാമ്പിളിംഗ് വെച്ചിട്ടാണ് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത്. സോ അതിൽ തന്നെ റാൻഡം സാമ്പിളിങ്ങിൽ തന്നെ നമുക്ക് വരുന്നൊരു സ്പെഷ്യൽ കേസാണ് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്. സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ പ്യുവർലി ബൈ ചാൻസ് ആണ് നമ്മൾ ആൾക്കാരെ സെലക്ട് ചെയ്തെടുക്കുന്നത്. ആൻഡ് ഇതിൽ തന്നെ നമുക്ക് 2 മെത്തേഡ്സ് വഴി സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് നടത്താം. വൺ ഈസ് കോൾഡ് ആസ് ലോട്ടറി മെത്തേഡ് ആൻഡ് ദി അതർ വൺ ഈസ് കോൾഡ് ആസ് റാൻഡം ടേബിൾ മെത്തേഡ്. ലോട്ടറി മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സാധാരണ നമ്മൾ കള്ളനും പോലീസും കളിക്കുന്ന പോലെ തന്നെ നമ്മൾ 1 to 100 നമ്പേഴ്സ് ഒരു പേപ്പറിൽ എഴുതും, ഓരോ പേപ്പേഴ്സിലായിട്ട് എഴുതും. എന്നിട്ട് അത് ചുരുട്ടി ഒരു ബോക്സിനകത്തിടും. എന്നിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു ചിറ്റ് എടുക്കും, അതിനകത്തുള്ള നമ്പർ ഏതാ നോക്കും, ആ നമ്പർ നമ്മൾ അസ്യൂം ചെയ്യും. അല്ലെങ്കിൽ ആ നമ്പർ നമ്മൾ എന്ത് ചെയ്യും,
അസൈൻ ചെയ്ത് കൊടുക്കും, ഒരു റാങ്ക് അസൈൻ ചെയ്ത് കൊടുക്കും, അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ അസൈൻ ചെയ്ത് കൊടുക്കും. അപ്പോൾ ആ ഒരു നമ്പർ വരുന്നത് ഏത് ഹൗസ് ഹോൾഡാണോ അല്ലെങ്കിൽ ഏത് പേഴ്സൺ ആണോ എന്ന് നോക്കിയിട്ട് നമ്മൾ അയാളെ ഡിറ്റക്ട് ചെയ്യും, അയാളെ നമ്മൾ സാമ്പിളിങ് നടത്തും, അയാളെ പറ്റി നമ്മൾ റിസർച്ച് ചെയ്യും. ദാറ്റ് ഈസ് ബേസിക്കലി ലോട്ടറി മെത്തേഡ്. റാൻഡം ടേബിൾ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു റാൻഡം ടേബിൾ ഉണ്ടാവും, സംതിങ് ലൈക്ക് ദിസ്. ഓക്കെ, സോ ഇതൊരു റാൻഡം ടേബിളാണ്. ഓക്കെ, സോ ഇങ്ങനെ റാൻഡം ടേബിളിനകത്ത് നമ്മൾ മെയിൻലി നമ്മൾ എന്ത് ചെയ്യും, ഒരു നമ്പർ നമ്മൾ അസൈൻ ചെയ്യും പോപ്പുലേഷന്. സപ്പോസ് നമുക്കൊരു 20 പോപ്പുലേഷനാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് 5 സാമ്പിൾ എടുക്കണം. ഓക്കെ, സോ വി വിൽ സെലക്ട് 5 നമ്പേഴ്സ്. ആ 5 നമ്പേഴ്സ് എങ്ങനെ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐദർ വി വിൽ സെലക്ട് ഇറ്റ് ലൈക്ക് ദിസ്, താഴോട്ട് എടുക്കും, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ എടുക്കും. ഓക്കെ, അതായത് ഐദർ വി വിൽ ടേക്ക് ഇറ്റ് ഹൊറിസോണ്ടലി ഓർ വി വിൽ ടേക്ക് വെർട്ടിക്കലി ഓർ വി ക്യാൻ ടേക്ക് ഡയഗണലി. ഓക്കെ, അപ്പോൾ റാൻഡം നമ്പേഴ്സാണ് ആ ഒരു ടേബിളിനകത്തുള്ളത്. സോ ആ റാൻഡം നമ്പേഴ്സ് വെച്ചിട്ട് നമ്മളിങ്ങനെ ചെക്ക് ചെയ്തെടുക്കും. ഓക്കെ, സോ അങ്ങനെ ചെക്ക് ചെയ്തെടുക്കുന്നൊരു മെത്തേഡാണ് നമ്മൾ ടേബിൾ ഓഫ് റാൻഡം നമ്പേഴ്സ് എന്ന് പറയുന്നത്. സോ ദർ ആർ 2 ടൈപ്സ് ഓഫ് SRS. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റൻ ആണ്, യൂഷ്വലി തിയറി ബേസ്ഡ് ആയിട്ട് ചോദിക്കുന്നൊരു ക്വസ്റ്റൻ ആണ്. വാട്ട് ഈസ് SRS? SRS മീൻസ് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്. ആൻഡ് വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് SRS? ഓക്കെ, 2 ടൈപ്പാണ് മെയിൻലി ഉള്ളത്, SRS വിത്ത് റീപ്ലേസ്മെൻറ്റ് ആൻഡ് SRS വിത്തൗട്ട് റീപ്ലേസ്മെൻറ്റ്. വിത്ത് റീപ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം സപ്പോസ് നമ്മുടെ കയ്യിൽ ഒരു 50 സ്റ്റുഡൻസ് ഉണ്ട്, അതിനകത്തുനിന്ന് എനിക്ക് 5 സ്റ്റുഡൻസിനെ എടുക്കണം. സോ ഞാൻ ഫസ്റ്റ് സ്റ്റുഡൻറ്റിനെ എടുത്തു, അപ്പോൾ അയാളുടെ പോസിബിലിറ്റി എന്ന് പറയുന്നത് 1/50 ആയിരുന്നു. ആൻഡ് ഇഫ് ഐ എം റീപ്ലേസിങ് ദറ്റ് സ്റ്റുഡൻറ്റ് ബാക്ക് ആൻഡ് ദെൻ എഗെയിൻ ഐ എം ആസ്കിങ് 1 സ്റ്റുഡൻറ്റ് ടു കം ഔട്ട് ഫ്രം ദാറ്റ്. ഓക്കെ, അപ്പോൾ വീണ്ടും 50 സ്റ്റുഡൻസ് അവിടെ തന്നെ ഉണ്ട്, അതിൽ നിന്ന് വേറൊരാളെ എടുക്കാനുള്ള പോസിബിലിറ്റിയാണ്. സോ ദാറ്റ് ഈസ് എഗെയിൻ 1/50. ഓക്കെ, എന്നിട്ട് ഞാൻ ആ കുട്ടിയെ എടുത്തു, ഓക്കെ ഫൈൻ, ക്വസ്റ്റ്യൻ ചോദിച്ചു, തിരിച്ചിരുത്തി. വീണ്ടും ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടി വേറൊരു കുട്ടിയെ സെലക്ട് ചെയ്യുന്നു. ആ കുട്ടി ചിലപ്പം ആദ്യം എടുത്ത കുട്ടിയാവാം, അല്ലെങ്കിൽ രണ്ടാമത് എടുത്ത കുട്ടി തന്നെ വീണ്ടും ആവാം, പ്രശ്നമൊന്നുമില്ല. ഓക്കെ, സോ ദാറ്റ് പെർട്ടിക്കുലർ കേസ് ഓഫ് തിങ്, അതായത് നമ്മൾ ഒരാളെ എടുത്തു, റീപ്ലേസ് ചെയ്തു, വീണ്ടും അടുത്തൊരാളെ എടുത്തു, റീപ്ലേസ് ചെയ്തു, അങ്ങനെ പോകുന്നതിനെയാണ് നമ്മൾ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്ത് റീപ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ തവണയും ഒരാൾ സെലക്ട് ആവാനുള്ള പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി സെയിം എങ്ങനെയായിരിക്കും പോകുന്നത്, 1/n എന്ന് പറഞ്ഞ പോസിബിലിറ്റി ആയിരിക്കും. ഓക്കെ, whereas in the case of the other one there is simple random sampling without replacement. Without replacement എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, വിത്തൗട്ട് റീപ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്ക് റീപ്ലേസ്മെൻറ്റ് ഇല്ല. സോ ഒരാളെ ഞാൻ എടുത്തു, പിന്നെ ആളെ എനിക്ക് എടുക്കാൻ പറ്റത്തില്ല. സോ ഒരാളെ ഞാൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ ആളുടെ പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ 1/50 ആയിരുന്നു, രണ്ടാമത്തെ ആളെ എടുക്കാനുള്ള പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ 1/49 ആയി മാറി, മൂന്നാമത്തെ ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/48 ആയി മാറി. സോ ഇങ്ങനെ കുറഞ്ഞുകൊണ്ടേയിരിക്കും പോസിബിലിറ്റി. ഓക്കെ, കുറേയല്ല, കൂടിക്കൊണ്ടേയിരിക്കും പോസിബിലിറ്റി. സോ ദാറ്റ് ഈസ് ബേസിക്കലി ദി സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്തൗട്ട് റീപ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, so for example, if you want to know the number of turtles in a pond or village, so if you are catching turtles from water, measure them and return to water, there are high chances you choose the same turtle. This is simple random sampling with replacement. However, if we are taking the turtle out from the water and don't return it, taking the next, it becomes simple random sampling without replacement. ഓക്കെ, അതായത് നമ്മൾ ഒരു കുളത്തിൽ നിന്ന് നമ്മളൊരു ആമയെ എടുത്തു, നമ്മൾ പഠിച്ചു, തിരിച്ചതിനകത്ത് തന്നെ ഇട്ട് കഴിഞ്ഞാൽ അത് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്ത് റീപ്ലേസ്മെൻ്റ് ആണ്, അല്ലെങ്കിൽ അത് വിത്തൗട്ട് റീപ്ലേസ്മെൻ്റ് ആണ്. ഓക്കെ, സോ സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു പോപ്പുലേഷനെ നമ്മൾ മൊത്തത്തിൽ ചെറിയ ചെറിയ സബ് ഗ്രൂപ്പുകളായിട്ട് ഡിവൈഡ് ചെയ്തിടും. ഓക്കെ, ഈ സബ് ഗ്രൂപ്പുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്ട്രാറ്റ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്ട്രാറ്റ എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു സിമിലാരിറ്റി അല്ലെങ്കിൽ ഒരു ഡിഫറൻസസ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ക്ലാസിഫിക്കേഷൻ യൂഷ്വലി ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, നമുക്കൊരു ഹോമോജീനിയസ് അല്ലാത്തൊരു പോപ്പുലേഷനെ നമ്മൾ ഹോമോജീനിയസ് ആയിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ അതായത് നമുക്കൊരു പോപ്പുലേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ നമുക്കൊരു മാർക്കറ്റ് സർവേ നടത്തണം എന്നുണ്ടെങ്കിൽ, സപ്പോസ് നമ്മുടെ കയ്യിൽ ഒരു പോപ്പുലേഷൻ ഉണ്ട്. സോ ഈ ഒരു പോപ്പുലേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു, പല ബ്യൂട്ടി പ്രൊഡക്ട്സ്, പല ബ്രാൻഡ്സ് ഓഫ് ബ്യൂട്ടി പ്രൊഡക്ട്സ് ആവുന്നവരെയായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, റാൻഡമായിട്ട് ഇങ്ങനെ കുറച്ച് റാൻഡമായിട്ടല്ല, നമ്മൾ ആ ഒരു ബേസിസിൽ ഇങ്ങനെ സ്ട്രാറ്റാസ് ആയിട്ട് വെച്ചു. ഇനി ഈ ഓരോ സ്ട്രാറ്റാസിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുന്നു, ഓരോ സ്ട്രാറ്റാസിൽ നിന്ന് നമ്മൾ റാൻഡം സെലക്ഷൻ നടത്തിയിട്ട് കുറച്ച് ആൾക്കാരെ സെലക്ട് ചെയ്തു. ഓക്കെ, എന്നിട്ട് അതിൽ നിന്ന് നമ്മൾ സാമ്പിളാക്കി മാറ്റി. സോ ദാറ്റ് ഈസ് ബേസിക്കലി സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിംഗ്. അതായത് ഒരു ഹെട്രോജീനിയസ് ആയിട്ടുള്ളൊരു പോപ്പുലേഷൻ ഉണ്ടായിരുന്നു, അതിനെ നമ്മൾ പാർട്ട്ലി ഹോമോജീനിയസ് ആക്കി ബൈ സ്ട്രാറ്റിഫിക്കേഷൻ, എന്നിട്ട് നമ്മൾ റാൻഡം സാമ്പിളിംഗ് നടത്തി സാമ്പിൾസ് ആക്കി മാറ്റി. ഓക്കെ, സോ ദിസ് ഈസ് അനദർ സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ്. അപ്പോൾ ഇത് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു പർട്ടിക്കുലർ സ്ട്രാറ്റേനെ പറ്റിയാണ് പഠിക്കേണ്ടതെങ്കിൽ നമ്മൾ അവിടെ യൂസ് ചെയ്യും.
അതുപോലെ നമുക്ക് രണ്ട് സ്ട്രാറ്റാസ് തമ്മിൽ എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഹോൾഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ യൂസ് ചെയ്യും. അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുന്നത്, എന്തെങ്കിലും സ്റ്റാറ്റിസ്റ്റിക്കൽ റിസൾട്ടുകൾ രണ്ട് സ്ട്രാറ്റാസ് തമ്മിലുള്ള കമ്പാരിസൺസ് നടത്തണമെങ്കിലോ അങ്ങനെയൊക്കെയാണ് നമ്മൾ മെയിൻലി ഈ ഒരു സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിംഗ് യൂസ് ചെയ്യുന്നത്. ദെൻ വി ഹാവ് സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ്. സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ ഒരു കൈൻഡ് ഓഫ് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് തന്നെയാണ്. പക്ഷേ ഇവിടെ നമുക്ക് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഓഫ് ദ പോപ്പുലേഷൻ ഉണ്ടായിരിക്കണം. ഓക്കെ, സോ ഇതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ബട്ട് സ്റ്റിൽ വിൽ ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ദിസ് മെത്തേഡ്. സിസ്റ്റമാറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സീക്വൻസ് കീപ്പ് ചെയ്യും. ഇപ്പോൾ ഞാനൊരു പോപ്പുലേഷൻ ഒരു സ്ലം ഏരിയാസിൽ പോയിട്ട് ഞാനൊരു സ്റ്റഡി നടത്തുവാണെങ്കിൽ, സോ ഐ എം സ്റ്റാർട്ടിങ് വിത്ത് എ സെക്കൻഡ് ഹൗസ്. ഓക്കെ, എന്നിട്ട് 2 ഹൗസ് കഴിഞ്ഞിട്ട് അടുത്ത ഹൗസിനെ ഞാൻ സെലക്ട് ചെയ്യുന്നു. അടുത്ത 2 ഹൗസ് കഴിഞ്ഞിട്ട് അടുത്തൊരു ഹൗസ് സെലക്ട് ചെയ്യുന്നു. അടുത്ത 2 ഹൗസ് കഴിഞ്ഞിട്ട് അടുത്ത ഹൗസ് സെലക്ട് ചെയ്യുന്നു. സോ ഇങ്ങനൊരു ഡെഫിനിറ്റ് ഇൻ്റർവെല്ലിൽ കീപ്പ് ചെയ്തിട്ടാണ് ഞാൻ സാമ്പിളിംഗ് നടത്തുന്നത്. സോ ദാറ്റ് ഈസ് ബേസിക്കലി നോൺ ആസ് സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ്. പിന്നുള്ളതാണ് ക്ലസ്റ്റർ സാമ്പിളിംഗ്. ക്ലസ്റ്റർ സാമ്പിളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പല പോപ്പുലേഷനെ നമ്മൾ ക്ലസ്റ്റേഴ്സായിട്ട് ഡിവൈഡ് ചെയ്തു. ഓക്കെ, ചെറിയ ചെറിയ ഗ്രൂപ്പുകളായിട്ട് ഡിവൈഡ് ചെയ്തു. ആൻഡ് മെമ്പേഴ്സ് ഫ്രം ഈച്ച് ക്ലസ്റ്റർ ആർ സെലക്റ്റഡ് റാൻഡംലി. ഓക്കെ, ക്ലസ്റ്റർ സാമ്പിളിങ്ങും നമ്മുടെ സ്ട്രാറ്റിഫൈഡ് സാമ്പിളിങ്ങും തമ്മിൽ വ്യത്യാസം ഉണ്ടായിരുന്നു. സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ക്രൈറ്റീരിയ വെച്ചിട്ടാണ് അവിടെ ഗ്രൂപ്പുകളാക്കിയത്. ഇവിടെ നമ്മൾ ചുമ്മാ റാൻഡം ആക്കി. ഓക്കെ, ഒരു റാൻഡം ഒരു 60 സ്റ്റുഡൻസിൻ്റെ ഒരു ഗ്രൂപ്പുണ്ട്. ഞാൻ പറയുന്നു ഓക്കെ 10 പേര് ഇവിടെ വന്നേക്ക്, 10 പേര് ഇവിടെ വന്നേക്ക്, 10 പേര് ഇവിടെ വന്നേക്ക്, 10 പേര് ഇവിടെ വന്നേക്ക്, അങ്ങനെ ഞാൻ 6 ഗ്രൂപ്പാക്കി. എന്നിട്ട് ഓരോരുത്തരും ഞാൻ ഒരു 2 പേരെ വെച്ച് റാൻഡമായിട്ട് സെലക്ട് ചെയ്തു. സോ ദാറ്റ് ഈസ് ക്ലസ്റ്റർ സാമ്പിളിംഗ്. മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന പ്രൊഡക്റ്റ് ഇഷ്ടമുള്ള ഒരാൾ ഇവിടെ നിൽക്കുക, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്തു നിന്ന് വന്നവർ ഇവിടെ നിൽക്കുക, അങ്ങനെ സെലക്ട് ചെയ്തിട്ടാണ് അതിൽ നിന്ന് തന്നെ റാൻഡമായിട്ട് 2 പേരെ വെച്ചാണ് എടുക്കുന്നത്. സോ ദാറ്റ് ഈസ് ക്ലസ്റ്റർ സാമ്പിളിംഗ്. ഓക്കെ, സോ ദീസ് ആർ ദ ടൈപ്സ് ഓഫ് പ്രോബബിലിറ്റി സാമ്പിളിംഗ്. കാരണം അവിടെ എല്ലാം ഒരു റാൻഡംനെസ് ഉണ്ടാവുന്നുണ്ട്, സോ ബയസ്നെസ് അവിടെ ഉണ്ടാവുന്നില്ല. പക്ഷേ സെക്കൻഡ് വൺ ഇസ് കോൾഡ് എസ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ്. ഇപ്പോൾ നോൺ പ്രോബബിലിറ്റി സാമ്പിളിങ്ങിനകത്താണെങ്കിൽ നമുക്കെന്താ അവിടെ പ്രോബബിലിറ്റിയുടെ റൂൾസ് ഒന്നും ഫോളോ ചെയ്യുന്നില്ല. സോ ഇറ്റ് ഈസ് ബയാസ്ഡ് കൈൻഡ് ഓഫ് സാമ്പിളിംഗ്. അപ്പോൾ അതിനകത്ത് വരുന്നൊരു കേസാണ് പർപ്പസീവ് സാമ്പിളിംഗ്. ഓക്കെ, അതിൻ്റെ ഒരു വേറൊരു പേരാണ് പർപ്പസീവ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡെലിബറേറ്റ് അല്ലെങ്കിൽ ജഡ്ജ്മെൻറ്റൽ സാമ്പിളിംഗ് എന്നൊക്കെ പറയുന്നത്. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് വെയർ ലൈക്ക് ഇപ്പം ഒരു റിസർച്ചറായിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് തോന്നുവാണ് ഈ ഒരാളെ സർവേ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. സോ വി ആർ സെലക്ടിങ് ദാറ്റ് പേഴ്സൺ വിത്ത് എ സ്പെസിഫിക് പർപ്പസ്, വിത്ത് എ സ്പെസിഫിക് ജഡ്ജ്മെൻറ്റ്. അതിനെയാണ് നമ്മൾ പർപ്പസീവ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. കൺവീനിയൻറ്റ് സാമ്പിളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ലൈക്ക് എനിക്ക് റിസർച്ച് ചെയ്യാൻ മടിയാണ്, സോ എൻ്റെ അടുത്തുള്ള കുറച്ച് ആൾക്കാരെ ഞാൻ സർവേ ചെയ്യുന്നു. സോ ദാറ്റ് ഈസ് കൺവീനിയൻറ്റ് സാമ്പിളിംഗ്. അതായത് റിസർച്ചറിന് കൺവീനിയൻ്റ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരെ സെലക്ട് ചെയ്ത് സർവേ നടത്തുന്നു. ദാറ്റ് ഈസ് കോൾഡ് ആസ് കൺവീനിയൻസ് സാമ്പിളിംഗ്. ദെൻ വി ഹാവ് സ്നോബോൾ സാമ്പിളിംഗ്. സ്നോബോൾ സാമ്പിളിംഗ് കുറച്ച് യുണീക്കായിട്ടും കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനമാണ്. സോ ഈ ഒരു ബ്ലൂ ഷർട്ട് ഇട്ട ഒരാൾ, ഇയാളെ ഞാൻ ആദ്യമായിട്ട് സെലക്ട് ചെയ്യുന്നു. ഇയാളുടെ അടുത്ത് ഞാൻ കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു. പോകാൻ നിർത്തി ഞാൻ ചോദിക്കുന്നു, ചേട്ടാ ഒരു 2 പേരെ സജസ്റ്റ് ചെയ്യാവോ എനിക്ക് ഈ ഒരു സ്റ്റഡി നടത്താൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ ഈ ഒരു റെഡ് ആളിനെയും ഈ ഒരു ഗ്രീൻ ആളിനെയും സെലക്ട് ചെയ്തു. ഓക്കെ, സോ ഞാൻ ഈ റെഡ് ആളിൻ്റെ അടുത്ത് ചെന്നു, സർവേ നടത്തി. എന്നിട്ട് ഇയാളുടെ അടുത്ത് ഞാൻ പറയുകയാണ്, ചേട്ടാ ഒരു 3 പേരെ തരാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇയാളിങ്ങനെ 3 പേരെ സെലക്ട് ചെയ്ത് തന്നു. ഓക്കെ, ആൻഡ് ഈ 3 പേരെ ഞാൻ സർവേ നടത്തും. എന്നിട്ട് ഇവരുടെ അടുത്ത് ഞാൻ പറയും ഒരു 4 പേരെ തരാൻ പറയും. അപ്പോൾ അങ്ങനെ ഒരു വലിയ ബ്രാഞ്ചായിട്ട് ഇങ്ങനെ പോകും. ഓക്കെ, ഇവിടെ അതുപോലെ തന്നെ അങ്ങനെ ഒരു ബ്രാഞ്ചായിട്ട് ഒരു സർവേ നടത്തി പോകാൻ പറ്റും. ദാറ്റ് ഈസ് കോൾഡ് എ സ്നോബോൾ സാമ്പിളിംഗ്. പക്ഷേ അതായത് ഒരു സ്നോബോൾ എറിഞ്ഞു കൊടുക്കുന്ന ഒരു സിസ്റ്റം. ഓക്കെ, ഒരു ബോൾ ഒരാൾക്ക് എറിഞ്ഞു, അവിടെ നിന്ന് വേറെ 2 പേർക്ക് എറിഞ്ഞു, അവിടെ നിന്ന് വേറൊരു 3 പേർക്ക് എറിഞ്ഞു, അവിടെ വേറെ 4 പേർക്ക് എറിഞ്ഞു, ആ ഒരു സിസ്റ്റം. ഓക്കെ, സോ ദാറ്റ് ഈസ് സ്നോബോൾ സാമ്പിളിംഗ്. പക്ഷേ സ്നോബോൾ സാമ്പിളിങ്ങിനകത്ത് ബയസ്നെസ് ഒക്കെ വളരെ കൂടുതലായിരിക്കും. ഓക്കെ, പിന്നെ കോട്ട സാമ്പിളിംഗ്. കോട്ട സാമ്പിളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു സ്പെസിഫിക് ക്യാരക്ടറിസ്റ്റിക് വെച്ചിട്ട് നമ്മൾ മെമ്പേഴ്സിനെ സെലക്ട് ചെയ്തു. ഓക്കെ, എന്നിട്ട് അവരെ ഒരു കോട്ടയാക്കി മാറ്റി. ഓക്കെ, ഇങ്ങനെ നമ്മളൊരു കോട്ടാസായിട്ട് മാറ്റി. എന്നിട്ട് പിന്നെ ഞാൻ ഓക്കെ ഈ സൈഡിൽ നിൽക്കുന്നൊരു 3 പേര് ഇങ്ങോട്ട് നിൽക്കുക, ഈ സൈഡിൽ നിൽക്കുന്നൊരു 4 പേര് ഇങ്ങനെ നിന്നു, അങ്ങനെ നിൽക്കാൻ പറയും. അതായത് നമ്മൾ ഈ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്ത സ്ട്രാറ്റിഫിക്കേഷൻ തന്നെയാണ്. പക്ഷേ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ റാൻഡം ആക്കിയിരുന്നു. ഓക്കെ, സ്ട്രാറ്റിഫൈ ചെയ്തിട്ട് റാൻഡം ആക്കി. പക്ഷേ ഇവിടെ റാൻഡം ആക്കത്തില്ല, ഇവിടെ ബയാസ്ഡ് ആയിട്ട് നമ്മൾ സാമ്പിളിംഗ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ദ മീനിങ് ഓഫ് പ്രൊപ്പോർഷണൽ കോട്ട സാമ്പിളിംഗ്. ദെൻ വി ഹാവ് കൺസിക്യൂട്ടീവ് സാമ്പിളിംഗ്. കൺസിക്യൂട്ടീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരാളെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടടുത്ത ആളെ സെലക്ട് ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത ആളെ സെലക്ട് ചെയ്യുന്നു. അങ്ങനെ ഒരു അടുപ്പിച്ചൊരു 50 വീട് ഞാൻ എടുത്തു. സോ ദാറ്റ് ഈസ് ബേസിക്കലി കൺസിക്യൂട്ടീവ് സാമ്പിളിംഗ്. ഓക്കെ, സോ ദീസ് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സാമ്പിളിംഗ് വിച്ച് വി യൂസ് ഇൻ റിസർച്ച്. സോ ദിസ് ഈസ് എ ഗുഡ് പേപ്പർ ഫ്രം വിച്ച് ദിസ് മെറ്റീരിയൽ ഹാസ് ബീൻ മെയ്ഡ്. ഇനി നമുക്ക് കുറച്ച് ടേംസ് പഠിക്കാനുണ്ട് വിത്ത് റെസ്പെക്ട് ടു സാമ്പിൾ സർവേ. സാമ്പിൾ സർവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു സ്റ്റഡി നടത്തണം, ഒരു റിസർച്ച് സ്റ്റഡി നടത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു സർവേ ഡിസൈൻ ഫോം ചെയ്യും. ഓക്കെ, സാമ്പിളിംഗ് ആൻഡ് സർവേ ഡിസൈൻ ഫോം ചെയ്യും. ദാറ്റ് ഈസ് കോൾഡ് എ സാമ്പിൾ സർവേ. അപ്പോൾ ഇതിനകത്ത് പല ടൈപ്പ് ഓഫ് സിറ്റുവേഷൻസ് ഉണ്ട്. എപ്പോഴാണ് നമ്മളൊരു സാമ്പിൾ സർവേ ഫോം ചെയ്യേണ്ടത്? വെൻ റിസൾട്ട്സ് ആർ റിക്വയർഡ് വിത്ത് മാക്സിമം ആക്യുറസി
when units under investigation show considerable variation for a characteristic under study, when the total count of population is not possible, scope of investigation is very wide, ടൈം മണി ആൻഡ് അതർ റിസോഴ്സസ് ആർ ലിമിറ്റഡ്. ഈ ഒരു കണ്ടീഷൻസിലാണ് നമ്മൾ സാമ്പിളിങ്ങിന് പോകുന്നത്. അതായത് നമുക്ക് ടൈം മണിയൊന്നും കാണത്തില്ല, അല്ലെങ്കിൽ നമുക്ക് വലിയൊരു ലാർജ് പോപ്പുലേഷൻ വെച്ചിട്ടായിരിക്കും പഠിക്കേണ്ടി വരുന്നത്, അല്ലെങ്കിൽ നമുക്ക് ആക്യുറസിയോടുകൂടി റിസൾട്ട് കിട്ടണം. ഈ ഒരു കണ്ടീഷനിലൊക്കെ നമ്മൾ സാമ്പിളിംഗ് ആണ് യൂഷ്വലി പുട്ട് ഫോർവേഡ് ചെയ്യുന്നത്. ആ ഒരു മെത്തേഡ് വഴിയാണ് നമ്മൾ റിസർച്ച് ചെയ്യുന്നത്. സോ കുറച്ച് ടേംസ് നോക്കിക്കഴിഞ്ഞാൽ സാമ്പിളിംഗ് യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ എവിടെ നിന്നാണ് നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യുന്നത്. സാമ്പിൾ സൈസ് എന്ന് പറഞ്ഞാൽ എത്ര പേരെ നമ്മൾ ആ സാമ്പിളിനകത്ത് ഉൾപ്പെടുത്തി. ദെൻ വി ഹാവ് സാമ്പിൾ ഡിസൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ സയൻറ്റിഫിക് ആൻഡ് ഒബ്ജക്റ്റീവ് പ്രൊസീജിയർ of selecting units from a population and getting a sample that is expected to be representative of the whole population. അതായത് നമ്മൾ ആ ഒരു സാമ്പിൾ നമ്മൾ ഡിസൈൻ ചെയ്തു, ഇന്ന ആൾക്കാരെയാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. യൂഷ്വലി നമുക്ക് എക്സൽ വെച്ചിട്ടാണ് ഈ ഒരു സാധനം ചെയ്യുന്നത്. നമുക്ക് ഇഫ് വി ഹാവ് എ ഡേറ്റ ഓഫ് ദി എൻറ്റയർ പീപ്പിൾ ഓഫ് ദറ്റ് വില്ലേജ്, ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ റാൻഡം നമ്പേഴ്സൊക്കെ വെച്ചിട്ട് നമ്മൾ ഈ പറയുന്ന സാമ്പിളിങ് ചെയ്യാറുണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് രണ്ട് ടേംസ് പഠിക്കാനുണ്ട്. വൺ ഇസ് കോൾഡ് എസ് പാരാമീറ്റർ ആൻഡ് അതർ വൺ ഇസ് കോൾഡ് എസ് സ്റ്റാറ്റിസ്റ്റിക്സ്. പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പോപ്പുലേഷൻ്റെ ടേംസാണ്. ഓക്കെ, പോപ്പുലേഷൻ്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ലൈക്ക് മീൻ, വേരിയൻസ്, ഇങ്ങനെയൊക്കെ പറയുന്ന സാധനങ്ങളാണ് പാരാമീറ്റേഴ്സ്. പിന്നെ നമ്മളൊരു സാമ്പിളിനെ എടുത്തിട്ട് ആ സാമ്പിളിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് എ സ്റ്റാറ്റിസ്റ്റിക്സ്. ഓക്കെ, അതായത് സാമ്പിളിൻ്റെ മീൻ, സാമ്പിളിൻ്റെ വേരിയൻസ്, സാമ്പിളിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്നൊക്കെ പറയുന്നതാണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ വേറെ കുറച്ച് ടേംസ് നോക്കുകയാണെങ്കിൽ എക്സ്പെക്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരിത്തമെറ്റിക് മീൻ ഓഫ് ഓൾ പോസിബിൾ വാല്യൂസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്. ആൻഡ് അതിൽ തന്നെ അൺബയാസ്ഡ് എസ്റ്റിമേറ്റ് വരാം. ഇനി ചില കേസുകളിൽ നമുക്ക് എറർ വരാം. എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പിൾ എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഇറ്റ് ഈസ് ദി എറേഴ്സ് ദാറ്റ് ഒക്കേഴ്സ് ഡ്യൂ ടു ബയാസ്നെസ് കാരണം ചിലപ്പോൾ ഒരു എറർ സംഭവിക്കാം. സാമ്പിൾ സർവേ ക്യാൻ നെവർ റീപ്രൊഡ്യൂസ് എക്സാക്ട്ലി ദ വേരിയസ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ പോപ്പുലേഷൻ അൺലെസ് ദ പോപ്പുലേഷൻ ഇറ്റ് സെൽഫ് ഈസ് സർവേഡ്. അതായത് നമ്മുടെ പോപ്പുലേഷനിൽ നിന്ന് നമ്മൾ കിട്ടുന്ന മീനും നമ്മുടെ സാമ്പിളിൽ നിന്ന് കിട്ടുന്ന മീനും സെയിം ആവണമെന്ന് നിർബന്ധമില്ല. ഇവർ തമ്മിലൊരു ചെറിയ ഗ്യാപ്പ് ഉണ്ടാവാം. ആൻഡ് ദാറ്റ് ഗ്യാപ്പ് ഇസ് ബേസിക്കലി കോൾഡ് ആസ് ദ സാമ്പിളിംഗ് എറർ. ഓക്കെ, സോ സാമ്പിളിംഗ് എറർ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബേസിക് ഫോർമുലയുണ്ട്. സോ ദാറ്റ് ഫോർമുല ഈസ് സിഗ്മ ഡിവൈഡഡ് ബൈ റൂട്ട് എൻ. ഓക്കെ, സിഗ്മ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് ആൻഡ് എൻ ഇസ് ദ സാമ്പിൾ സൈസ്. സോ സിഗ്മ ഡിവൈഡഡ് ബൈ റൂട്ട് എൻ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് സാമ്പിളിംഗ് എറർ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ നമ്മൾ സാമ്പിളിംഗ് മാറ്റി നമ്മൾ സെൻസസ് ആണ് ചെയ്യുന്നത്, അതായത് എൻറ്റയർ പോപ്പുലേഷൻ ആണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ ഫോൾട്ടി സെലക്ഷൻ ഓഫ് സാമ്പിൾസ് കുറയ്ക്കാനായിട്ട് സാധിക്കും. പിന്നെ സാമ്പിളിംഗ് യൂണിറ്റ്സിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ടാവും. പിന്നെ നമുക്ക് എറേഴ്സ് കുറയ്ക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് നമുക്ക് യൂഷ്വലി സെൻസസ് ആണ് എപ്പോഴും ബെറ്റർ മെത്തേഡ് എന്ന് പറയുന്നത്. പക്ഷേ ഡിഫിക്കൽട്ട് ആയത് കാരണമാണ് നമ്മളെപ്പോഴും എന്ത് ചെയ്യുന്നത്, നമ്മളെപ്പോഴും ഈ പറയുന്ന സാമ്പിളിങ്ങിലോട്ട് പോകുന്നത്. ഓക്കെ, സോ നമ്മളൊരു സർവേ പ്രൊസീജിയറായിട്ട് നോക്കുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ സ്റ്റെപ്സ് എന്ന് പറയുന്നത്. ഫസ്റ്റ് വി ഹാവ് ടു സേ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ സർവേ, ദെൻ വി ഹാവ് ടു ഡിഫൈൻ ദ പോപ്പുലേഷൻ ടു ബി സർവേഡ്, then we have to say what is the sampling frame and what is the sampling unit, then we have to identify the data, okay, as well as we have to prepare the questionnaire. അതിനുശേഷം നമ്മൾ എങ്ങനെയാണ് ഈ പറയുന്ന ആൾക്കാരുടെ അടുത്ത് ഈ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോകണം. ഐദർ വി ആർ ഗോയിങ് ഫോർ എൻ ഇൻ്റർവ്യൂ ഓർ വി ആർ മെയിലിംഗ് ഇറ്റ് ഓർ വി ആർ ഗിവിങ് എ ഗൂഗിൾ ഫോം. ആ ഒരു സാധനം ഡിസൈഡ് ചെയ്യണം. അതിനുശേഷം നമ്മൾ നോൺ റെസ്പോണ്ടൻസിനെ എങ്ങനെയാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത് നോക്കുക. ആസ് വെൽ ആസ് വി ഹാവ് ടു ഗിവ് പ്രോപ്പർ സാമ്പിളിംഗ് ഡിസൈൻ. then we have to organize the field work, then we have to conduct pre-test എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മളൊരു ക്വസ്റ്റ്യനെയർ ഉണ്ടാക്കും, എന്നിട്ട് നമ്മൾ കുറച്ച് ആൾക്കാരുടെ അടുത്ത് ചോദിക്കും. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ അല്ലായിരുന്നു ഉണ്ടാക്കേണ്ടത്, ഇതിനെ കുറച്ചുകൂടെ ഒന്ന് മോഡിഫൈ ചെയ്യണം. എസ്പെഷ്യലി ഇൻകത്തിൻ്റെ കേസ് എടുത്ത് കഴിഞ്ഞാൽ ഇൻകം നമ്മൾ ചോദിക്കുകയാണെങ്കിൽ അവർ ഇൻകം പറയത്തില്ല. സോ വി വിൽ ആസ്ക് സംതിങ് ലൈക്ക് അതിനെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ നിങ്ങൾക്ക് കിട്ടത്തില്ലേ. അപ്പോൾ അങ്ങനെ നമ്മൾ പല കാൽക്കുലേഷൻസ്, ഇൻഡയറക്റ്റ് കാൽക്കുലേഷൻസ് വെച്ചിട്ട് നമ്മൾ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാൻ തുടങ്ങും. സോ ആ ഒരു ക്വസ്റ്റ്യനെയറിൻ്റെ ഫോർമാറ്റ് നമ്മളങ്ങനെ മോഡിഫൈ ചെയ്യും. സോ ദാറ്റ് ഇസ് ദ പ്രീ ടെസ്റ്റ്. അതിനുശേഷം നമ്മൾ വീണ്ടും ഒരു റിയൽ സർവേ നടത്തും. ആൻഡ് ദെൻ വി വിൽ ഡു ദ സമ്മറി ആൻഡ് അനാലിസിസ് ഓഫ് ഡേറ്റ ആൻഡ് ദെൻ വി വിൽ ഡു ദ ഇൻഫർമേഷൻ റെക്കോർഡിങ്. ഓക്കെ, ഇപ്പോൾ സാമ്പിളിങ്ങിൻ്റെ ലിമിറ്റേഷൻസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫുൾ പോപ്പുലേഷൻ നമുക്ക് കവർ ചെയ്യാൻ പറ്റത്തില്ല. സോ ദ റിസൾട്ട്സ് ആർ നോട്ട് എക്സാക്ട് ആൻഡ് സാമ്പിളിംഗ് തിയറി ഈസ് നോട്ട് ഡിപ്പെൻഡബിൾ അൺലെസ് ട്രെയിൻഡ് ആൻഡ് ക്വാളിഫൈഡ് പേഴ്സൺസ് ആർ എംപ്ലോയിഡ്. കറക്റ്റ് ആൾക്കാർക്ക് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് വെരി കോംപ്ലിക്കേറ്റഡ് ആൻഡ് പ്ലാനിങ് ആൻഡ് എക്സിക്യൂഷൻ മസ്റ്റ് ബി പ്രോപ്പർ. ഇനി നമുക്ക് രണ്ട് കൺസെപ്റ്റാണ് നോക്കേണ്ടത്, സാമ്പിൾ മീൻ ആൻഡ് പോപ്പുലേഷൻ മീൻ. സോ സാമ്പിൾ മീൻ ആണെങ്കിൽ നമ്മൾ സം ഓഫ് ഓൾ ദി ഇൻഡിവിജ്വൽ വാല്യൂസ് ഡിവൈഡഡ് ബൈ സാമ്പിൾ സൈസ്. പോപ്പുലേഷൻ മീൻ ആണെങ്കിൽ സം ഓഫ് ഓൾ ദി ഇൻഡിവിജ്വൽ വാല്യൂസ് ഡിവൈഡഡ് ബൈ ദ പോപ്പുലേഷൻ സൈസ്. അതുപോലെ തന്നെ നമ്മൾ സാമ്പിളിൻ്റെയും പോപ്പുലേഷൻ്റെയും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും വേരിയൻസും നോക്കുകയാണെങ്കിൽ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
സാമ്പിളിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ N-1 എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതായത് നമ്മൾ സാധാരണ നമ്മൾ പോപ്പുലേഷൻ്റെതിനകത്ത് നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്തപ്പോഴത്തേക്കും സിഗ്മ xi മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ n എന്നായിരുന്നു നമ്മൾ എടുത്തിരുന്നത്. ഓക്കെ, പക്ഷേ സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് n-ന് പകരം N-1 എന്ന് കൊടുക്കണം, ബിക്കോസ് ദാറ്റ് ഈസ് ദ മോസ്റ്റ് കറക്റ്റ് ഫോർമുല. കാരണം നമ്മളിപ്പം ഒരു മെഷർ ഓഫ് ഡിസ്പേർഷൻ എടുക്കുമ്പോഴത്തേക്ക് നമ്മൾ യൂഷ്വലി ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു വാല്യൂ കോൺസ്റ്റൻ്റ് ആക്കി വെക്കും. എന്നിട്ട് ബാക്കിയുള്ള വാല്യൂസ് എത്രത്തോളം ആ ഒരു വാല്യൂവിൻ്റെ അടുത്ത് കിടന്ന് റിവോൾവ് ചെയ്യുന്നു, അല്ലെങ്കിൽ ആ ഒരു വാല്യൂ സെൻട്രൽ വാല്യൂവിന് എത്രത്തോളം വേരി ചെയ്യുന്നു എന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, സോ ഒരു വാല്യൂ ഫിക്സ് ആക്കി വെച്ചു, ബാക്കി വാല്യൂസ് വേരിയബിൾ ആണെന്ന് നമ്മൾ പറയുന്നത്. സോ ദാറ്റ് മീൻസ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഈസ് N-1. അപ്പോൾ ആ ഒരു ഡിഗ്രീസ് ഓഫ് ഫ്രീഡം വെച്ചിട്ട് വേണം നമ്മൾ ഡിവൈഡ് ചെയ്യാൻ വേണ്ടി. ഇൻസ്റ്റെഡ് ഓഫ് n we are going to divide by degrees of freedom. So that is why it is N-1. ഓക്കെ, അപ്പോൾ നമ്മൾ പോപ്പുലേഷൻ എന്തുകൊണ്ട് n എന്ന് എടുക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും സത്യത്തിൽ N-1 ആണ്. പക്ഷേ ഒരു 10,000 ആൾക്കാരുണ്ടായിരുന്നൊരു പോപ്പുലേഷൻ ആണെങ്കിൽ 10,000 മൈനസ് 1 9,999 എന്ന് പറഞ്ഞൊരു വാല്യൂ എടുത്തു കഴിഞ്ഞാലും നമുക്ക് കാര്യമായൊരു വ്യത്യാസം വരുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ n എന്ന് പറഞ്ഞാൽ കിട്ടുന്നത്. കാരണം ഡിവൈഡ് ബൈ 1000 10,000 എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി കാൽക്കുലേഷൻ ഈസി ആയിരിക്കും. സോ കാൽക്കുലേഷൻ എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ N-1 മാറ്റി n എന്ന് എടുക്കുന്നത്, അപ്രോക്സിമേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഒരു സാമ്പിൾ എടുക്കുമ്പോഴത്തേക്കും നമ്മൾ ഇപ്പോൾ സപ്പോസ് 100 പീപ്പിളാണ് എടുക്കുന്നുണ്ടെങ്കിൽ ഡിവൈഡ് ബൈ 100ഉം ഡിവൈഡ് ബൈ 99 തമ്മിൽ അത്യാവശ്യം നല്ലൊരു ഗ്യാപ്പ് വരും. ഓക്കെ, സോ അത് നമ്മുടെ എൻറ്റയർ റിസൾട്ടുകളെ ബാധിക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ ദാറ്റ് ഈസ് വൈ വി ആർ ടേക്കിംഗ് N-1 ഇൻ ദ കേസ് ഓഫ് സാമ്പിൾ, and if possible we can take N-1 in the case of population also, but usually we'll take it as n for approximation. So ഇതാണ് നമ്മുടെ സാമ്പിളിംഗ് തിയറി, സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻസ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ്. So this brings us to the end of the midterm portion, and after this we have what is called as, so here we have an example, standard error calculate ചെയ്യാനാണ്. സ്റ്റാൻഡേർഡ് എറർ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ you have the formula as s divided by root n അല്ലെങ്കിൽ sigma divided by root n. സോ ഇവിടെ നമുക്ക് സാമ്പിൾ ആയത് കാരണം ആ സാമ്പിളിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക, ഡിവൈഡഡ് ബൈ റൂട്ട് n ചെയ്താൽ മതി. സോ ദാറ്റ് ഈസ് ദി എൻഡ് ഓഫ് മിഡ് ടേം ടോപ്പിക്സ്. സോ ആഫ്റ്റർ മിഡ് ടേം വി ഹാവ് 2 topics. One is basically the testing of hypothesis and the other one is the design of experiments. Okay, so we'll discuss about the hypothesis in the next class.